വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷിയാന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി വൈൻ കുടിച്ച ശേഷം ഞാൻ ഷിയാന്റെ ബോയ് ഫ്രണ്ടാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ജുൻജെ അവർക്കൊപ്പം ഇരിക്കുന്നു. പാർട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൾ അതിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്നു. പക്ഷെ സത്യം പറയാതെ ഷിയാൻ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത് കൊണ്ട് തിരിച്ച് ഞാനും സഹായിച്ചതേ ഉള്ളൂ എന്ന് ജുൻജെ പറയുന്നു. എനിക്ക് ശരിക്കും റിയലിസ്റ്റിക് ആയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് ശിവാഞ്ചി പറഞ്ഞപ്പോൾ അതിൻ്റെ സാധ്യതയുമില്ല, എനിക്ക് ഇവനെ പോലുള്ള കൊച്ചു പയ്യന്മാരെയല്ല ഇഷ്ടം, കുറച്ചുകൂടി മെച്ചറായവരെയാണ് എന്ന് ഷിയാനും പറയുന്നു. ശിവാഞ്ചി പിന്നെയും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജുൻജെ വേഗം സ്ഥലമെടുത്തുണ്ട്. അപ്പോഴേക്കും ശിവാജിയെ വിളിക്കാൻ റൺഷി കാറുമായി അവിടെ എത്തുന്നു. ഷിയാനെ കൂടെ വരാൻ അവൾ വിളിച്ചെങ്കിലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഷിയാൻ അവളെ പറഞ്ഞയക്കുന്നു. വെഞ്ചി പുതിയൊരു പ്ലാനുമായി മാർക്കിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഡോങ്ഷിയും വാങ്ഷിയാനും കൂടി ജിമ്മിൽ നിൽക്കുന്ന ഫോട്ടോസ് മാർക്കിനെ ഏൽപ്പിച്ചിട്ട് ഇത് ഇൻ്റർനെറ്റിലെ ഒരു ഹോട്ട് ന്യൂസാക്കി മാറ്റാൻ അവൻ പറയുന്നു. ഡോങ്ഷിക്ക് മുമ്പ് ക്രിമിനൽ റെക്കോർഡുള്ളതിനാൽ ഇങ്ങനൊരു സ്കാൻഡൽ ഉണ്ടായാൽ വാങ്ഷിയാനെ അവളുടെ ജോലി വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിയാവുന്നതിനാൽ മാർക്ക് ആദ്യമൊന്ന് മടിച്ചെങ്കിലും വെഞ്ചി അവസാനം അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അടുത്ത ദിവസം ഡോങ്ഷി ഓഫീസിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവർ നോക്കി അടക്കം പറയുന്നത് ശ്രദ്ധിച്ചാണ് അവൻ ഫോൺ എടുത്ത് നോക്കിയത്. ന്യൂസ് കണ്ടയുടൻ തന്നെ അത് വെഞ്ചിയുടെ പണിയായിരിക്കുമെന്നറിയാവുന്നതിനാൽ അവൻ ദേഷ്യത്തിൽ വെഞ്ചിയെ കാണാനായി പുറപ്പെട്ടെങ്കിലും റൺഷി തക്ക സമയത്തെത്തി അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നു. നീ മുമ്പത്തെ പോലെ അവനെ അടിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് റൺഷി ഒരു വിധത്തിൽ അവനെ ശാന്തനാക്കുന്നു. ഈ ന്യൂസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തി അറിയിക്കണം എന്ന് റൺഷി ആർക്കോ മെസ്സേജ് അയക്കുന്നു. വാങ്ഷിയാൻ്റെ കമ്പനിയിലും ആകെ പ്രശ്നമായി കഴിഞ്ഞിരിക്കുന്നു. അവനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ ചീഫ് അവളെ നിർബന്ധിക്കുന്നു. അവൾ പക്ഷേ തയ്യാറില്ലെന്ന മട്ടിൽ തന്നെ ഇരുന്നതേ ഉള്ളൂ. കമ്പനിയിൽ അവൾക്ക് ഇപ്പോഴുള്ള സ്ഥാനം തന്നെ നഷ്ടപ്പെടും, കരിയറിനേക്കാൾ പ്രധാനമാണോ അയാൾ എന്നൊക്കെ പറഞ്ഞ് ചീഫ് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ കാണാനായി ഡോങ്ഷി അവിടെ എത്തിയത്. അവരുടെ സംസാരം അവൻ മറിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ മുഴുവൻ ഷോസും ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്ന് ചീഫ് അവളോട് പറയുന്നത് കേട്ടപ്പോൾ ഡോങ്ഷി വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അവനെ വേണ്ടെന്ന് വെക്കാൻ അവൾ തയ്യാറില്ലായിരുന്നു. ഇതെൻ്റെ പേഴ്സണൽ ലൈഫാണ്, എൻ്റെ തീരുമാനം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനത് തിരുത്താൻ തയ്യാറില്ല എന്നവൾ ചീഫിനോട് തീർത്ത് പറയുന്നു. അയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിന്ന് നിന്നെ പിക്ക് ചെയ്യാൻ വരില്ല എന്ന് ഡോങ്ഷിയുടെ മെസ്സേജ് അവൾക്ക് വരുന്നു. അവൾ ഉടൻ തന്നെ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഡോങ്ഷിയുടെ സ്കാൻഡലിൻ്റെ സോഴ്സ് ഏതാണെന്ന് കണ്ടെത്തി മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് റൺഷിക്ക് കോൾ വന്ന പുറകിനാണ് ചീഫ് ജിൻ അവൻ്റെ ഓഫീസിലേക്ക് വന്നത്. ഈയിടെയായി മാനുവൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 3 കുട്ടികളുള്ള വീട്ടിലെ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തിയായതോടുകൂടി ഒരുപാട് പുതിയ ഓർഡറുകൾ കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം തനിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് സഹായത്തിനായി ഒരു അസിസ്റ്റന്റ് ടീം ലീഡറിനെ തിരഞ്ഞെടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് അദ്ദേഹം റൺഷിയോട് പറയുന്നു. ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്, എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് റൺഷി അറിയിക്കുന്നു. ശുഭാഞ്ചിയുടെ പേരാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ശുഭാഞ്ചി വളരെ മിടുക്കിയാണ്, ഒരുപാട് പുതിയ ഐഡിയകളുണ്ട്, അവൾ കാരണമാണ് ഇപ്പോൾ ഇത്രയ്ക്ക് ഓർഡറുകൾ വന്നത് തന്നെ. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ്റെ പേരിൽ അവൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മടിക്കേണ്ട കാര്യമില്ല എന്ന് ചീഫ് ജിൻ അവനോട് പറയുന്നു. താങ്കൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് റൺഷി സമ്മതം അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ജോലി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നവൾ റിപ്ലൈ അയച്ചപ്പോൾ തിരക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് അവൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. ജോലി കഴിഞ്ഞ് ശുഭാഞ്ചിക്ക് അമ്മയെ കാണാനാണ് പോകേണ്ടിയിരുന്നത്. അവൾ ചെല്ലുമ്പോൾ ലൂഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കേട്ടപ്പോൾ അവന് മുമ്പ് തന്നെ അമ്മയെ പരിചയമുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് പരിചയമെന്ന് അവൾ ചോദിക്കുന്നു. ലൂഷ്യൻ ചെറുപ്പത്തിൽ അവരുടെ വീടിനടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. കുറേ കുട്ടികൾ പട്ടം കൂടി തല്ലിക്കൊണ്ടിരുന്ന അവനെ ഒരു തവണ ശുഭാഞ്ചിയുടെ അമ്മ സഹായിച്ചിട്ടുണ്ട്. അവളും വന്ന് ഒപ്പം ഉണ്ടായിരുന്നു. അവൻ്റെ വേദന മാറാൻ എന്നവൾ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം അവന് നൽകിയിരുന്നു. പഴയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശുഭാഞ്ചിക്ക് അവനെ ഓർമ്മ വരുന്നുണ്ട്. ഇത്രയും കാലം ഇക്കാര്യം പറയാതിരുന്നത് എന്താണ്, അന്ന് ഇടയ്ക്ക് നിന്നെ പെട്ടെന്ന് കാണാതായല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ലൂഷ്യൻ്റെ അച്ഛൻ വിദേശത്തേക്ക് പോയപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോയതാണ്. പെട്ടെന്നുള്ള തീരുമാനമായതിനാൽ ആരോടും യാത്ര പറയാനുള്ള സമയം കിട്ടിയിരുന്നില്ല. മടങ്ങി വന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. നിന്റെ അമ്മ മരിച്ചുവെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഞാൻ താമസമായത് എന്നൊക്കെ ലൂഷ്യൻ അവളോട് പറയുന്നു. ശുഭാഞ്ചി ഹാപ്പി ആകുന്നുണ്ട്. റൺഷി ഈ സമയം ന്യൂസ് സ്പ്രെഡ് ചെയ്തത് മാർക്കാണ് എന്നറിഞ്ഞ് അവനെ കാണാൻ പോയിരുന്നു. പക്ഷേ വെഞ്ചിയെ അറിയില്ല എന്ന രീതിയിലാണ് മാർക്ക് അവനോട് സംസാരിച്ചത്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ സ്കാൻഡൽ പരത്തുന്നത് നിന്റെ മേലധികാരികൾ അറിഞ്ഞാൽ നിന്റെ ജോലി തന്നെ നഷ്ടപ്പെടും. വെഞ്ചി ഇപ്പോൾ നിന്നെ ഉപയോഗിക്കുന്നത് നിനക്കിവിടെ ജോലി ഉള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ വേണ്ടി മാത്രമാണ്. നിന്റെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് നിന്നെ കൊണ്ട് ഉപയോഗമില്ലാതെയാകും. പിന്നെ അവൻ നിന്നെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് ഞാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നതാണ് നിനക്ക് നല്ലത്. അവൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഓഫറുകൾ ചിലപ്പോൾ എനിക്ക് നൽകാൻ കഴിഞ്ഞേക്കും എന്ന് റൺഷി പറഞ്ഞപ്പോൾ അവൻ നിൽക്കുന്നുണ്ട്. ശിവാഞ്ചി റൺഷിയുടെ വീട്ടിലെത്തിയപ്പോൾ മുമ്പ് ക്ലോ മെഷീനിൽ നിന്ന് അവൾ വേണമെന്ന് പറഞ്ഞ് പാവ അവൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്നതിനെ കെട്ടിപ്പിടിച്ചപ്പോഴേക്കും റൺഷി അവിടേക്ക് വരുന്നു. ഇത് തരാൻ വേണ്ടിയാണോ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് അവൾ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. അവൾ അമ്മയെ കാണാൻ പോയതും അവിടെ വെച്ച് ലൂഷ്യനെ കണ്ടതും അവൻ പഴയ ഫ്രണ്ടായിരുന്നു എന്നതുമെല്ലാം അവനോട് പറയുന്നു. അമ്മ കൂടെയില്ലെങ്കിലും കുറേ നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞത് അമ്മയുടെ സഹായം കൊണ്ടാണ്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതും അടുത്തതുമെല്ലാം അമ്മയുടെ അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു.
ഡോങ്ഷി ആ സംഭവത്തിന് ശേഷം വാങ്ഷന്റെ കാൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകുന്നേയില്ല. വാങ്ഷൻ അവസാനം അവൻ്റെ വീടിന് മുന്നിലെത്തി വാതിൽ കുറെ തട്ടി വിളിക്കുന്നു. ഡോങ്ഷി അകത്തുണ്ടെങ്കിലും അവൻ വാതിൽ തുറക്കുന്നില്ല. നീ അകത്തുണ്ടോ എന്ന് എനിക്കറിയാം, ആളുകൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ട്. അവസാനം അടുത്ത ഫ്ലാറ്റിലെ ആൾ അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നതിന് അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ നിരാശയായി അവിടെ നിന്ന് പോകുന്നു. റൺഷി ശിവാൻജിയെയും കൂട്ടി പുറത്ത് ഫുഡ് കഴിക്കാനായി പോകുന്നു. നടക്കുന്നതിനിടയിൽ ഭാവിയിൽ ജോലിയിൽ എത്രത്തോളം ഉയരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നവൻ ചോദിക്കുന്നു. മിനിമം ഒരു ടീം ലീഡറെങ്കിലും ആകണം, അതിനുശേഷം കമ്പനി ഏറ്റെടുത്ത് ലാഭത്തിലെത്തിക്കണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഹോട്ട്പോട്ട് കഴിക്കാനാണ് അവൾ അവനെ കൊണ്ടുപോയത്. റൺഷി ആദ്യമായാണ് കഴിക്കുന്നത്. എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത് എന്നവൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൈഡ് ഡിഷ് എടുക്കാൻ പോയപ്പോൾ അവൻ മുളക് കൂടുതൽ എടുക്കുന്നത് കണ്ടപ്പോൾ ശീലമില്ലാതെ ഒരുപാട് എരിവ് ഉപയോഗിക്കണ്ടെന്ന് അവൾ പറഞ്ഞെങ്കിലും ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് അവനെ നിൽക്കുന്നു. പക്ഷേ കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എരിവ് കാരണം റൺഷി ആകെ വിയർക്കാൻ തുടങ്ങുന്നുണ്ട്. എരിവ് മാറാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശിവാൻജി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റൊരു വഴി അറിയാം എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ശിവാൻജിക്ക് ചിരി വരുന്നു. ഇനി എരിവുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞ് റൺഷി വീണ്ടും കഴിക്കാൻ തുടങ്ങും. അടുത്ത ദിവസം ഓഫീസിലെ മീറ്റിംഗിൽ വെച്ചാണ് ശിവാൻജി അസിസ്റ്റന്റ് ടീം ലീഡറായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന വിവരം ചീഫ് ജിൻ എല്ലാവരോടുമായി പറയുന്നത്. റൺഷി ഒരു സൂചന പോലും നൽകിയിട്ടില്ലായിരുന്നതിനാൽ ശിവാൻജി ആകെ അമ്പരക്കുന്നുണ്ട്. കുറേ പേർ സന്തോഷത്തോടെ അത് ഉൾക്കൊണ്ടെങ്കിലും മാനുവൽ ക്ലീനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർഷങ്ങളോളം പരിചയമുള്ളവർക്ക് അവരുടെ കൂട്ടത്തിലെ സഹോ എന്ന ലേഡിയെ തിരഞ്ഞെടുക്കാതെ ശിവാൻജി തിരഞ്ഞെടുത്തതിൽ എതിർപ്പ് തോന്നുന്നുണ്ട്. അവൾക്ക് ഹയർ കണക്ഷൻ വലുതുമുണ്ടോ എന്ന് അവർ തമ്മിൽ പറയുന്നത് ശിവാൻജി കേൾക്കുന്നു. ശിവാൻജി കരുതിയത് ഈ പ്രൊമോഷന് പിന്നിൽ റൺഷി ആയിരിക്കുമെന്നാണ്. മീറ്റിംഗ് കഴിഞ്ഞുടൻ അവൾ റൺഷിയെ പോയി കണ്ട് പരാതി പറയുന്നു. ഞാനല്ല, ചീഫ് ജിന്നാണ് തീരുമാനമെടുത്തത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നീ നന്നായി വർക്ക് ചെയ്തോളണം എന്ന് അവൻ അവളോട് പറയുന്നു. ജുൻജ എന്ന് ഷിയാനെ പ്രപ്പോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾ ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ ചെയ്യേണ്ടതെല്ലാം അവൻ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശിവാൻജിയും എന്നെ ഡിന്നറിന് വിളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിന്ന് നിന്റെ ഒപ്പം വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഷിയാൻ അവന് ഫോൺ ചെയ്തത്. നീ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാക്ക് മാറുകയാണോ? അവളോട് ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ജുൻജ പിണക്കത്തോടെ ചോദിക്കുന്നു. എന്തോ പ്രധാന കാര്യം പറയാനുണ്ട് എന്ന് അവൾ പറഞ്ഞു. ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും അറിയണ്ട, നീ വരാതെ നാളെ നേരം വെളുത്താലും ഞാൻ ഇവിടെ പോകില്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കുന്നു. ശിവാൻജിയോട് പറ്റില്ലെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് അവൾ ഫോൺ ചെയ്തെങ്കിലും അതും നടക്കുന്നില്ല. അവസാനം അവൾ ശിവാൻജിയെ കൂട്ടിയാണ് ജുൻജയുടെ അടുത്തേക്ക് പോയത്. ശിവാൻജിയെ കൂടെ കണ്ടതും ജുൻജയുടെ മുഖം മങ്ങുന്നുണ്ട്. അവൻ ഇരുന്നിരുന്ന ടേബിളിനരികിൽ 2 കസേര മാത്രമേ ഉള്ളായിരുന്നതിനാൽ ശിവാൻജി ഒരു കസേരയും കൂടി വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. ജുൻജ നേരത്തെ പറഞ്ഞേൽപ്പിച്ചിരുന്ന ആളുകൾ അവിടെ എത്തി വയലിൻ വായിക്കുകയും ശിവാൻജിക്ക് പൂ നൽകുകയും ചെയ്യുന്നു. ശിവാൻജി ആകെ അന്തം വിട്ടിരിക്കുകയാണ്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയ കാര്യം നിങ്ങൾ ഇത്ര പെട്ടെന്ന് അറിഞ്ഞു? അതിനുള്ള ട്രീറ്റാണ് ഇതെന്ന് അവൾ ചോദിച്ചപ്പോൾ അതെ, നിനക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയതാണെന്ന് ഷിയൻ പറയുന്നു. ജുൻജ ആകെ പെട്ടിരിക്കുകയാണ്. ഷിയൻ പറയുന്നതെല്ലാം ശരിയാണെന്ന മട്ടിൽ അവൻ തല ഉലുക്കുന്നു. ഫോൺ ചെയ്യാനെന്നോണം അവൻ എഴുന്നേറ്റ് പോയിട്ട് തിരികെ വന്ന് കസേര ഷിയാൻ്റെ അടുത്തേക്ക് വലിച്ചിട്ട് അവിടെയാണ് അവൻ ഇരുന്നത്. ശിവാൻജി കാണാതെ ഷിയാൻ്റെ കയ്യിൽ പിടിക്കാനും അവൻ നോക്കുന്നുണ്ട്. അവൾ കൈതട്ടി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ ബലമായി പിടിക്കുന്നു. കഴിക്കുന്നതിനിടയിൽ ശിവാൻജിയെ കൈതട്ടി മേശപ്പുറത്ത് നിന്ന് പൂ താഴെ വീഴുന്നു. അവൾ എടുക്കാൻ കുടിച്ചപ്പോൾ ജുൻജയും ഷിയാനും പെട്ടെന്ന് കയ്യിലെ പിടിവിട്ടെങ്കിലും ശിവാൻജി അത് കാണുന്നു. അവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അവളൊരു പണിയൊപ്പിച്ചിട്ടാണ് താഴെ നിന്ന് എഴുന്നേറ്റത്. തിരികെ കസേരയിൽ നിന്നൊന്നും അറിയാത്ത പോലെ ജുൻജയോട് എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ അവൾ പറയുന്നു. ജുൻജയുടെ ഷൂവിൻ്റെ വള്ളികൾ അവൾ കൂട്ടിക്കെട്ടിയിരുന്നു. എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവൻ മറിഞ്ഞ് താഴെ വീഴുന്നു. ഷിയാൻ ഓടിച്ചതവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിനക്ക് എത്ര വയസ്സായി? നിന്റെ കുട്ടിക്കളി ഇതുവരെ നിർത്താറായില്ലേ എന്നവൻ ശിവാൻജിയോട് ചോദിക്കുന്നു. അവർ തിരികെ വന്നിരുന്നപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് 2 പേരോടുമായി ചോദിക്കുന്നു. ഇല്ല എന്നാണ് 2 പേരും പറഞ്ഞത്. ഈ പൂവ് എനിക്കുള്ളതല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ നിനക്കത് മനസ്സിലായെന്ന് ജുൻജ ചോദിക്കുന്നു. ഷിയാൻ പെട്ടെന്ന് തന്നെ ശിവാൻജിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് നിന്നോട് മറച്ചു വെക്കണമെന്ന് ഞങ്ങൾ കരുതിയതല്ല, പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചുന്നുണ്ട്. ജുൻജയുടെ കയ്യിൽ നിന്ന് ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പൂവ് കിട്ടിയത്. അത് എനിക്കല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. അതിൻ്റെ അവകാശിക്ക് തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞ് അവൾ പൂവ് ഷിയാനെ നിൽക്കുന്നു. ഷിയാനെ വിഷമിപ്പിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് ജുൻജയ്ക്ക് വാണിംഗും കൊടുക്കുന്നുണ്ട്. ശിവാൻജിക്ക് പ്രൊമോഷൻ കിട്ടിയ ശേഷം കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. തീരെ ചെറുപ്പമായി അവളെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള സീനിയർ സ്റ്റാഫ് സാഹോ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശിവാൻജിക്ക് അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവർ കാരണം അവൾക്ക് ഓവർ ടൈം ജോലി ചെയ്യേണ്ടിയും വരുന്നു. അന്ന് റൺഷി ഓഫീസിൽ നിന്ന് പോകാൻ ഇറങ്ങിയപ്പോഴും ശിവാൻജിനും ജോലി ചെയ്യുന്ന കണ്ട് അവൻ അവൾക്ക് അരികിലേക്ക് ചെല്ലുന്നു. വിവരം തിരക്കിയപ്പോൾ ശിവാൻജി ഇപ്പോഴത്തെ പ്രശ്നത്തെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ട് ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറയുന്നു. എനിക്ക് ഫുഡ് വാങ്ങിത്തരാമെങ്കിൽ പറഞ്ഞുതരാം, ഇന്ന് ഇത്രയും ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. റൺഷി മുമ്പ് പോയി ശീലിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് ഓരോ തവണയും ശിവാൻജി അവനെ കൊണ്ടുപോകുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ. ഒരു ചെറിയ പീസ് കേക്കാണ് അവൾ അവന് കഴിക്കാൻ വാങ്ങിയത്. റൺഷി ആദ്യം വേണ്ടതൊക്കെ പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. കഴിക്കുന്ന കൂട്ടത്തിൽ മിസ് സഹായെ പോലെയുള്ള സീനിയർ സ്റ്റാഫിൻ്റെ പ്രശ്നം ചെറുപ്പമായതുകൊണ്ട് നിന്നെ അംഗീകരിക്കാനുള്ള മടിയാണ്. നീ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല അവരെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ തനിയെ നിന്റെ വഴിക്ക് വന്നോളും എന്നവൻ പറയുന്നു. ശിവാൻജി അടുത്ത ദിവസം തന്നെ അവൻ പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അവൾ മിസ് സഹായെ ചെന്ന് കണ്ട് അവരെ കുറേ പുകഴ്ത്തി സംസാരിച്ച ശേഷം എനിക്ക് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല, വളരെ സീനിയറായ എക്സ്പീരിയൻസ് ഉള്ള ചേച്ചിക്ക് എന്നെ സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞ്
ആ പ്രശ്നം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഐഡിയ ശരിക്കും വർക്കൗട്ട് ആകുന്നുണ്ട്. അവർ മുമ്പ് മോശമായി പെരുമാറിയതിന് അവളോട് സോറി പറഞ്ഞിട്ട് അവൾക്ക് വേണ്ട ഉപദേശം നൽകി സഹായിക്കുന്നു. ശിവാൻജി സന്തോഷത്തോടെ റൺഷിയുടെ ഓഫീസിലെത്തി വിവരം പറയുന്നുണ്ട്. വഴി പറഞ്ഞതിന് സമ്മാനം തരണം എന്ന് പറഞ്ഞ് റൺഷി കവിളിൽ തൊട്ട് കാണിക്കുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം ശിവാൻജി അവൻ്റെ അടുത്തേക്ക് ചെന്ന് കവിളിൽ ഉമ്മ വെക്കുന്നു. അവനവളെ മടിയിലേക്ക് പിടിച്ചെത്തി കിസ് ചെയ്യാൻ തുടങ്ങുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.